കോതമംഗലത്ത് 23-കാരി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി. കേസിൽ പിതാവ് റഹീം 2ാം പ്രതിയും മാതാവ് ഷെരീഫ 3ാം പ്രതിയുമാണ്. ഇരുവരും നിലവിൽ ഒളിവിൽ കഴിയുകയാണ്. റമീസ് അറസ്റ്റിലായതിനു പിന്നാലെ ഇവർ വീട് പൂട്ടി പോയതായാണ് വിവരം. യുവതിയുടെ സുഹൃത്ത് സഹദിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. യുവതിയെ റമീസ് മർദ്ദിക്കുന്നത് കണ്ടിട്ടും സഹദ് തടഞ്ഞില്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സഹദിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ ചോദ്യം ചെയ്യും. അതേസമയം റമീസിന്റെ മാതാപിതാക്കൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായും സംശയമുയരുന്നുണ്ട്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവർ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം അന്വേഷണം നടക്കുകയാണ്. പെൺകുട്ടിയും റമീസും തമ്മിൽ നടത്തിയ വാട്സപ്പ് ചാറ്റുകളും ഇവരുടെ ഫോണിലെ ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. പെൺകുട്ടി എഴുതിയ ആത്മഹത്യാക്കുറിപ്പും കേസിൽ നിർണായക തെളിവാണ്. റമീസിന്റെ കസ്റ്റഡി അപേക്ഷ അടുത്ത ദിവസം പരിഗണിച്ചേക്കുമെന്നാണ് വിവരം. റമീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് യുവതി ജീവനൊടുക്കിയത്. വിവാഹം കഴിക്കാൻ മതം മാറണമെന്ന് റമീസും കുടുംബവും നിർബന്ധിച്ചുവെന്നും ആലുവയിലെ വീട്ടിലെത്തിച്ച് റമീസ് തന്നെ മർദ്ദിച്ചതായും കത്തിലുണ്ട്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് 23-കാരിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്.